MSO 001 യൂണിറ്റ് 7 സ്ട്രക്ചർ ഫംഗ്ഷൻ ആൻഡ് നിയോ ഫംഗ്ഷണലിസത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി പറയാൻ പോകുന്നത്. അതിശയോക്തിയല്ലാതെ സാമൂഹ്യ നരവംശാസ്ത്രത്തിൻ്റെയും സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും ചരിത്രത്തിൽ പ്രവർത്തനപരത സൃഷ്ടിക്കുന്നത് പോലെ ഒരു സിദ്ധാന്തവും ഇത്രയധികം താല്പര്യം കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. വ്യത്യസ്ത പേരുകളിൽ പ്രവർത്തനപരമായ സമീപനം ഘടനാപരമായ പ്രവർത്തനത്തെ അതിൽ അറിയപ്പെടുന്നു എന്ന് പറയുന്നു. ഫംഗ്ഷണലിസം 1930കളിൽ ഒരു തരം ഏകീകൃത രീതിശാസ്ത്രവുമായും സിദ്ധാന്തമായും ഉയർന്നു വന്നു എന്ന് പറയുന്നു. 19ാം നൂറ്റാണ്ടിലെ ആരംഭം മുതലാണ് അത് ചിതറിക്കിടക്കുന്ന ആശയങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും ഒരു കൂട്ടായ്മയായി മാറിയെന്ന് പറയുന്നു. 1960കളിൽ അതിൻ്റെ പ്രശസ്തി അവഗണിക്കാൻ തുടങ്ങി. കാരണം അതിൻ്റെ അനുയായികൾ മികച്ച യോഗ്യതയുള്ള പണ്ഡിതന്മാരായിരുന്നു. അവർ സിദ്ധാന്തത്തിൻ്റെയും രീതിയുടെയും അടിസ്ഥാനത്തിൽ വികസിപ്പിക്കുന്നതിനോടൊപ്പം മറ്റ് വിവിധ സംഭാവനകൾക്ക് പേരുകേട്ടവരായിരുന്നു എന്ന് പറയുന്നു. ഉദാഹരണമായി നമ്മൾ പറയുകയാണെങ്കിൽ പ്രശസ്ത അമേരിക്കൻ ഫംഗ്ഷനിസ്റ്റിൻ്റെ ടാൽകോട്ട് പാഴ്സൺസ് കുടുംബ സമൂഹശാസ്ത്രം ഒരു സാമൂഹ്യ വ്യവസ്ഥ എന്ന നിലയിൽ സ്കൂൾ മെഡിക്കൽ സ്ഥാപനങ്ങളിലെ റോൾ വിശകലനം ചെയ്തുവെന്ന് പറയുന്നു. കറുത്തവരുടെ തൊഴിലുകളും പ്രശ്നങ്ങളും പരിണാമവാദം മുതലായവയ്ക്ക് നൽകിയ സംഭാവനകൾ പേരുകേട്ടതാണെന്ന് പറയുന്നു. അതുപോലെ സാമൂഹ്യഘടനയെയും അനോമിനിയെയും വ്യതിയാനവും അനുരൂപതയും ബ്യൂറോക്രസിയുടെ അപര്യാപ്തത ശാസ്ത്രത്തിൻ്റെ സാമൂഹ്യശാസ്ത്രം സർവേ രീതികൾ റോൾ സെറ്റ് മുതലായവയിൽ റോബർട്ട് മെർട്ടൻ്റെ സംഭാവനകൾ എല്ലായ്പ്പോഴും പരാമർശിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. 1930 1960 വരെയുള്ള ഈ കാലയളവിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഫംഗ്ഷണൽ സമീപനം പ്രായോഗികമായി പ്രയോഗിക്കപ്പെടുത്തിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. സാമൂഹ്യ നരവംശാസ്ത്രജ്ഞനായ സർ ഇവാൻസ് പ്രിച്ചാർഡ് സാമൂഹ്യ നരവംശത്തെ അതിൻ്റെ ഇദ്ദേഹം പറയുന്നത് ഒരു മാനവികതാവാദിയായ മാനവികതാവാദമായി രൂപപ്പെട്ടു എന്ന് പറയുന്നു. സമൂഹത്തെ ഒരു സമഗ്ര പ്രക്രിയയായി കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് ക്ലോഡ് ലെവിൻ സ്ട്രോസിന്റെ സ്വാധീനത്തിൽ അദ്ദേഹം ഒരു ഘടനാവാദിയായി തീർന്നു എന്നാണ് പറയുന്നത്. 1980കളിൽ ഒരു ഹ്രസ്വ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു പുനർജീവനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നു. എന്നായിട്ടാണ് പറയുന്നത്. സമ്പദ് വ്യവസ്ഥയും സമൂഹം, കുടുംബം, വ്യവസായവൽക്കരണം തുടങ്ങിയ മേഖലകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം നന്നായി ശ്രമിക്കുകയാണ് ചെയ്തതെന്ന്. പിന്നീട് ജർമ്മനിയും അമേരിക്കയും പാഴ്സന്റെ ക്ഷമതയിലുള്ള താല്പര്യത്തിന്റെ ഒരു തുടക്കമായി മാറിയെന്ന് പറയുന്നു. 1985 ജെഫ്രി സി അലക്സാണ്ടർ നിയോ ഫംഗ്ഷണലിസം എന്ന പദം അവതരിപ്പിച്ചു തുടങ്ങി. പാഴ്സന്റെ സിദ്ധാന്തം പുനഃപരിശോധിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നിയോ ഫംഗ്ഷണലിസത്തിന്റെ അടിസ്ഥാന നിർദ്ദേശങ്ങളുടെ ഒരു വിമർശനം നടത്തുകയും ചെയ്തു. മറ്റ് പല സിദ്ധാന്തങ്ങളുടെ വശങ്ങൾ അത് പരിശോധിച്ച് അവയിൽ ചിലത് ഫംഗ്ഷണലിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയപ്പെടുന്നത്. യൂണിറ്റ് ഫംഗ്ഷണലിസത്തിന്റെ നിർണായക പരിണാമത്തെയും നിയോ ഫംഗ്ഷണലിസത്തിന്റെ ആവിർഭാവത്തെയും കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുന്നു. ഇനി നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിനെ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ക്രിറ്റിസിസം ഓഫ് ഫംഗ്ഷണലിസത്തെ കുറിച്ചാണ് പറയുന്നത്. ഫംഗ്ഷണലിസത്തിന്റെ പ്രധാന വിമർശനങ്ങളിലൊന്ന് അത് ചരിത്രത്തെ വേണ്ടത്ര കൈകാര്യം ചെയ്യുന്നില്ല. ഇത് ഒരിക്കലും ചരിത്രവിരുദ്ധമല്ല എന്നാണ്
പറയുന്നത്. ഫംഗ്ഷനിസത്തിന്റെ വക്താക്കൾ പരിണാമത്തെയും വ്യാപനത്തെയും മാറ്റത്തിന്റെ പ്രധാന പ്രക്രിയകളായി കാണുന്നില്ല എന്ന് പറയുന്നു. 1930 സാമൂഹ്യ നരവംശാസ്ത്രത്തിലെ പ്രവർത്തനവാദം 19ാം നൂറ്റാണ്ടിലെ കപട ചരിത്രപരമായ ഊഹക്കച്ചവടവും പരിണാമവാദത്തിന് പരിണാമവാദത്തിന്റെ വ്യാപനവാദത്തിനും ഒരു പ്രതികരണമായി മാറിയെന്നാണ്. ആദിമ സമൂഹങ്ങളിലെ ചില ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങളായി കണക്കാക്കുന്നു. മുൻകാല സമീപനങ്ങളുടെ വംശീയ കേന്ദ്രീകൃത പക്ഷപാതങ്ങളെ മറികടക്കാനും ഇതിന് കാരണമായി എന്നാണ് പറയുന്നത്. എഡ്വേർഡ് ടൈലർ മടി കൂടാതെ സമകാലിക പ്രാകൃതങ്ങളെ മുൻകാലങ്ങളിലെ സാമൂഹ്യ ഫോസിലുകളെയും അതിജീവനങ്ങളെയും അതിജീവനങ്ങളായി കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. പഠന ചരിത്രാതീത കാലത്തെ സമൂഹങ്ങളുടെ സാംസ്കാരിക സ്വഭാവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മെ നയിക്കുമെന്ന് അനുമാനിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു. മനുഷ്യരാശിയുടെ ചരിത്രം പുനർനിർമ്മിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു എന്ന് പറയുന്നു. സമകാലിക സ്റ്റാറ്റിസ്റ്റിക് ഘടനകൾ പഠനത്തിന് ഇത് സമൂഹങ്ങളുടെ പഠനങ്ങളെ നിശ്ചലമാണെന്ന മട്ടിൽ ചിത്രീകരിക്കുകയും ചെയ്യും. അത് അങ്ങനെ ആയിരിക്കില്ല. പ്രവർത്തനവാദികൾ അവതരിപ്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ ചിത്രം അതിന്റെ ഒഴുക്കിനെ കുറിച്ച് ഒന്നും പറയാതെ തണുത്തുറഞ്ഞ നദിയുടെ ചിത്രം പോലെയാണ് ഇതിനെ കണക്കാക്കുന്നത് എന്ന് പറയുന്നു. ഘടനാപരമായ പ്രവർത്തനവാദികളുടെ പ്രധാന സംഭാവനകൾ സ്റ്റാറ്റിസ്റ്റിക് മാറ്റമില്ലാതെയും സാമൂഹിക ഘടനകളെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ഫംഗ്ഷനിസത്തെ കുറിച്ചുള്ള മറ്റൊരു വിമർശനം സംഘർഷത്തെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നതാണ്. യോജിപ്പുള്ള ബന്ധങ്ങൾക്ക് ഫംഗ്ഷനിസ്റ്റുകൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. സന്തുലിതാവസ്ഥ, സംയോജനം, സ്ഥിരത എന്നിവയെ വലുതാക്കി കാണിക്കുന്നു. സംഘർഷത്തിന്റെയും ക്രമക്കേടിന്റെയും ശക്തികളും അവയിൽ നിന്ന് വരുന്ന മാറ്റങ്ങളെയും അവഗണിക്കുന്നു എന്നാണ് പറയുന്നത്. കോംറ്റെയും ഡാർഗയും മാർക്സിന്റെ സോഷ്യലിസ്റ്റ് ചിന്തകളെ ശക്തമായി വിമർശിച്ചിരുന്നു. ആ കാലഘട്ടത്തിന്റെ ആവശ്യം സാമൂഹ്യ പുനർനിർമ്മാണമാണെന്ന് കരുതപ്പെടുന്നു. ഫ്രഞ്ച് വിപ്ലവം കാരണം സമൂഹം ഇതിനകം തന്നെ ശിഥിലമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് വിപ്ലവം എന്ന ആശയത്തിന് നൽകുന്ന ഏതൊരു പിന്തുണയും ക്രമക്കേടിനെ കൂടുതൽ ഊന്നിപ്പറയുകയും അതിനെ ഊന്നിപ്പറയുകയാണ് കോംറ്റെ ചെയ്തതെന്ന് പറയുന്നു. കോംറ്റെയുടെ പോസിറ്റിവിസം ഡാർഗെയിമിന്റെ പ്രവർത്തനപരമായ വിശദീകരണങ്ങളും സംഘർഷത്തിന്റെ വിഷയങ്ങളിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തിയില്ല എന്ന് തന്നെ പറയപ്പെടുന്നു. ഇനി ഏർലി 20th സെഞ്ചുറി ഫംഗ്ഷനിസത്തെ കുറിച്ച് നോക്കാം. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യകാല നരവംശാസ്ത്ര പ്രവർത്തനവാദം തീർച്ചയായും ഭൂതകാലത്തിന്റെ പൈതൃകം സാമൂഹിക ക്രമത്തിന്റെ സിദ്ധാന്തം പാരമ്പര്യമായി സ്വീകരിച്ചു. എന്നാൽ സംഘർഷത്തിന്റെയും മാറ്റത്തിന്റെയും വശങ്ങളെ അത് നിരന്തരം അവഗണിച്ചുവെന്ന് മറ്റൊരു കാരണമായി പറയപ്പെടുന്നു. തത്വചിന്താപരമായ പരിസരങ്ങളിൽ നിന്നോ ദ്വിതീയ ഡാറ്റയിൽ നിന്നോ മറിച്ച് ആൻഡമാൻ ദ്വീപുകളിൽ വസിക്കുന്നവരുടെ കാര്യത്തിൽ എന്ന പോലെ ലളിതമായ സമൂഹങ്ങളെ കുറിച്ചുള്ള നേരിട്ടുള്ള നിരീക്ഷണ അധിഷ്ഠിത പഠനങ്ങളിൽ നിന്നോ ആണ് ഇതിന് അനുഭവപരമായ തെളിവ് ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു. നരവംശ ശാസ്ത്രജ്ഞർ പഠിച്ച സമൂഹങ്ങൾ പുറം ലോകത്തിൽ നിന്ന് വലിയ തോതിൽ അകന്നിരുന്നുവെന്ന് കാണുന്നു. റോബർട്ട് റൈറ്റ് ഫീൽഡിന്റെ 1955 വാക്കുകളിൽ ഭാവി അധിഷ്ഠിത ആധുനിക സമൂഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സമൂഹങ്ങൾ ഭൂതകാല അധിഷ്ഠിതമാണെന്നും ഇവർ അപര പാരമ്പര്യത്തെക്കുറിച്ച് അഭിമാനിച്ചിരുന്നുവെന്നും ഇതിനെ അവർ കേടുകൂടാതെ സൂക്ഷിക്കാൻ ആക്രമിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ശക്തമായി കൈകാര്യം ചെയ്തു എന്നുമാണ് പറയപ്പെടുന്നത്. അവരുടെ ജീവിതശൈലി, സാങ്കേതിക വിദ്യ, മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ എന്നിവ മാറ്റപ്പെടുത്താൻ അവർ കൂടുതലായി ആഗ്രഹിക്കുകയോ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു എന്ന് പറയാം. ഭൂതകാല അധിഷ്ഠിതത്തിന്റെ സാങ്കേതികമായിട്ടുള്ള ലാളിത്യം, സാക്ഷരത, നാഗരികമല്ലാത്ത സാമൂഹികങ്ങളെ കുറിച്ചുള്ള അനുഭവപരമായ പഠനത്തിൽ നിന്നാണ് നരവംശാസ്ത്രപരമായ പ്രവർത്തനവാദത്തിന്റെ സാധൂകരണം നടന്നത് എന്ന് പറയുന്നു. സമൂഹങ്ങളുടെ സവിശേഷതകൾ സിദ്ധാന്തത്തിന്റെ പ്രകടമായ സാന്നിധ്യം ഉണ്ടായിരുന്നതായി വ്യക്തമാണ്.
പ്രവർത്തനവാദം സംഘർഷം, ക്രമക്കേട്, മാറ്റം തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാൽ ഒരു യാഥാസ്ഥിതിക പക്ഷപാതം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഫംഗ്ഷനിസത്തെ കുറിച്ചുള്ള തന്റെ വിമർശനാത്മക വിലയിരുത്തൽ പ്രമുഖ ഫംഗ്ഷനിസ്റ്റുകൾ ഒരാളായ പാഴ്സൺസിനെ സംബന്ധിച്ചിടത്തോളം ഭാഗികമായി നിറഞ്ഞ ക്ലാസ് പകുതി നിറഞ്ഞതാണെന്ന് പറയുന്നു. ഇവിടെ ക്ലാസ് പകുതി നിറഞ്ഞിരിക്കുന്നു എന്നത് നെഗറ്റീവ് വശത്തിന് പ്രാധാന്യം നൽകുന്നു. അതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു സാഹചര്യത്തിന്റെ പോസിറ്റീവ് വശങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും അതായത് പോസിറ്റീവ് വശങ്ങൾക്കാണ് അത് പ്രാധാന്യം നൽകുന്നത് എന്നതാണ്. ഗ്ലാസ് പകുതി ശൂന്യമാണ്. ഇവിടെ എന്താണ്? ഗ്ലാസ് പകുതി ശൂന്യമാണ്. സമൂഹത്തിന്റെ മാനദണ്ഡ ക്രമത്തിൽ ഫംഗ്ഷനിസ്റ്റുകൾ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും പറയാം. ക്രമത്തിനായുള്ള ഫംഗ്ഷനിസ്റ്റുകളുടെ അന്വേഷണം നിലവിലുള്ള മാനദണ്ഡങ്ങൾക്കും മൂല്യങ്ങൾക്കും പ്രത്യയശാസ്ത്രപരമായ ശ്രേണീപരമായ ഘടനകൾക്ക് സ്ഥാനങ്ങൾക്ക് ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന അധികാര വിതരണ നിയമങ്ങൾക്കും ന്യായീകരണം നൽകാൻ അവരെ പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത്. മാർക്സിന്റെയും ഒരു സമൂഹത്തിലെ മാനദണ്ഡ വ്യവസ്ഥ ഭരണവർഗത്തിന്റെ സൃഷ്ടി ആണെന്നും അതിന് നിരവധി എതിർശക്തികൾ ഉണ്ടെന്നും അവർ കണ്ടെത്തി. അവർ സ്ഥാപിത ക്രമത്തെ ന്യായീകരിക്കുകയായിരുന്നു. പിന്നീട് സ്ഥിതി നിലനിർത്താൻ അതിന് സഹായകരമായി അല്ലെങ്കിൽ സഹായിച്ചു എന്ന് പറയുന്നു. പ്രബലരായ വാരണ്യവർഗത്തെയും വ്യവസ്ഥയെയും അതുപോലെ പിന്തുണയ്ക്കുന്നതിന് ഫംഗ്ഷനലിസം തയ്യാറെടുത്തു എന്നാണ് പറയുന്നത്. സാമൂഹ്യ സിദ്ധാന്തം സമൂഹം അതിന്റെ ഘടകങ്ങളെയും തമ്മിലുള്ള ടെലിയോളജിക്കൽ ബന്ധത്തെയും കണക്കാക്കപ്പെടുന്നുവെന്ന് പറയുന്നു. ടെലിയോളജിക്കൽ അസ്വീകാര്യമായ പരിധികളിലേക്ക് വ്യാപിക്കപ്പെടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. സമൂഹത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദിഷ്ടമായ ഭാഗത്ത് മാത്രമേ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുകയുള്ളൂ എന്നാണ്. ആവശ്യങ്ങൾ എപ്പോഴും എന്താണോ ആവശ്യപ്പെടുന്നത് അപ്പോൾ മാത്രമാണ് ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. പാഴ്സൺസ്, മെർട്ടൺ എന്നിവർ ഈ പ്രശ്നത്തെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു. അവരുടെ രീതിയിൽ മറികടക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. ഉദാഹരണമായി നമ്മൾ പറയുകയാണെങ്കിൽ മെർട്ടന്റെ ഫംഗ്ഷണൽ എന്ന ആശയം മുന്നോട്ട് വെച്ചു. ബദലുകൾ, അതായത് ഫംഗ്ഷന്റെ ബദലുകൾ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയും കുടുംബ വ്യവസ്ഥയെക്കുറിച്ചുള്ള തന്റെ വിശകലനത്തിൽ സമകാലിക വ്യാവസായിക സമൂഹങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ന്യൂക്ലിയർ കുടുംബ പ്രാഥമിക സാമൂഹ്യവൽക്കരണത്തിന്റെയും മുതിർന്ന വ്യക്തിത്വത്തിന്റെയും സ്ഥിരീകരണത്തിന്റെയും പ്രവർത്തനങ്ങൾ സ്ഥാപനത്തിന് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പാഴ്സൺസ് തെളിയിച്ചു. ഇത് ഒരിക്കലും മറ്റ് സ്ഥാപനങ്ങൾക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ, അതായത് ആമുഖമായിട്ട് പറയുന്നത് അന്തർലീനമായിരിക്കുന്നത് വിമർശിക്കുന്നു. അതായത് ഇതിന്റെ തുടക്കം അതെന്താണ്? അന്തർലീനമായിരിക്കുന്ന കാര്യങ്ങളെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ന്യായവാദത്തിന് ഉപയോഗിക്കുന്ന സാങ്കേതിക പദം ടോട്ടോളജി ആണ് എന്ന് പറയുന്നു. ഉദാഹരണം, മതം നിലവിലുണ്ടെങ്കിൽ അത് പ്രവർത്തനക്ഷമമായിരിക്കണം. ഇതിന്റെ ധർമ്മം സാമൂഹ്യ ഐക്യദാർഢ്യത്തിന്റെ സംഭാവനകൾ നൽകുന്നു. സമൂഹത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല എന്നും ഇതിലൂടെ പറയുന്നു. ആവശ്യങ്ങൾ നിലവിലുള്ള സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാപിക്കപ്പെടുന്നത്. അവയുടെ നിലനിൽപ്പിനെ വിശദീകരിക്കുകയും ചെയ്യുന്നു. അതിൽ ഉദാഹരണമായി ഒരു സാമൂഹ്യ വസ്തുത എന്ന നിലയിൽ സമൂഹം തൊഴിൽ വിഭജനത്തെ പറയുന്നു. തൊഴിൽ വിഭജനം സമൂഹത്തിൽ ഐക്യദാർഢ്യം നിലനിർത്തുന്നതിന് സഹായിക്കുന്നുവെന്നാണ് പറയുന്നത്. ഇനി തീസിസ് ഓഫ് നിയോ ഫംഗ്ഷനലിസത്തെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം ജർമ്മനിയിലും പിന്നീട് അമേരിക്കൻ ഐക്യനാടുകളിലും പാഴ്സൺസിന്റെ കൃതികളിലെ ജീവനം നിയോ ഫംഗ്ഷനലിസത്തിലേക്ക് നയിക്കപ്പെട്ടു എന്ന് പറയുന്നു. ആ കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ച ഫംഗ്ഷനലിസത്തിന്റെ ചില വശങ്ങളെ മികച്ച രീതിയിൽ വികസിപ്പിച്ച വിമർശനാത്മക വീക്ഷണങ്ങൾക്കുള്ള മാതൃകയുമായി ഒത്തുചേർന്ന് പോയി എന്നാണ് പറയുന്നത്. ഇനി റിവൈവൽ ഇൻ ജർമ്മനിയെ കുറിച്ചാണ് പറയുന്നത്. ജർമ്മനിയിൽ നവപ്രവർത്തനവാദവുമായി ബന്ധപ്പെട്ടവർ നിക്ലസ്
അതായത് ലൂമാനും ജെർഗൻ ഹേബറുമാണ്. ഇവർ തുടക്കത്തിൽ ആധുനിക സമൂഹത്തിലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് സിദ്ധാന്തത്തിൽ സഹകരിച്ചു പോയി. പിന്നീട് അവർ വെവ്വേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുവെന്ന് പറയുന്നു. നിയമത്തിൽ ഈ ഔപചാരികമായി പരിശീലനം നേടിയെങ്കിലും ലൂമർ സോഷ്യോളജി വിദ്യാർത്ഥിയായിരുന്നുവെന്നാണ് പറയുന്നത്. പാർട്സിന്റെയും ഘടനാപരമായ പ്രവർത്തനവാദത്തിൽ നിന്നുള്ള ചില വശങ്ങൾ പൊതു സിസ്റ്റം സിദ്ധാന്തവുമായി സംയോജിപ്പിക്കുന്ന ഒരു സാമൂഹിക ശാസ്ത്ര സമീപനം വികസിപ്പിച്ചെടുത്തെന്ന് പറയുന്നു. സാമൂഹ്യ വ്യവസ്ഥ വ്യക്തിത്വ വ്യവസ്ഥയിലേക്ക് തുളച്ചു കയറുന്നതിനാൽ സാമൂഹ്യ ബന്ധങ്ങൾക്ക് പെരുമാറ്റത്തിന് വ്യക്തികൾക്ക് ലഭ്യമായ ഓപ്ഷനുകൾ പരിമിതമാണെന്ന് പറയപ്പെടുന്നു. ലൂമാൻ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് വ്യക്തിയെ കൂടുതൽ സങ്കീർണവും നിയന്ത്രണവുമില്ലാത്തതുമായ സമൂഹത്തിലേക്ക് അദ്ദേഹം മാറ്റുകയാണ് ചെയ്തതെന്ന് പറയപ്പെടുന്നു. സങ്കീർണവും നിയന്ത്രണവുമില്ലാത്തതുമായ സാമൂഹ്യ പരിസ്ഥിതി എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. ആളുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുവാൻ വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചെയ്തതെന്ന് പറയുന്നു. സമൂഹങ്ങൾ സങ്കീർണമാകുമ്പോൾ ഘടനാപരമായ സംവിധാനങ്ങൾ ജീവിത ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും അത് സംസ്കാരം, സമൂഹം, വ്യക്തിത്വം എന്നിവയെക്കുറിച്ച് അനുഭവിക്കുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനുമുള്ള ആത്മനിഷ്ഠ മേഖലയിൽ നിന്ന് വേർതിരിക്കുന്നു. പാർട്സിന്റെ സ്വയം നിയന്ത്രണ സംവിധാനം എന്ന ആശയത്തിന് അദ്ദേഹം സ്ഥാനം നൽകുകയും ചെയ്തു. ഇനി പറയാൻ പോകുന്നത് റിവൈവൽ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയെ കുറിച്ചാണ് പറയുന്നത്. അമേരിക്കയിലെ നിയോ ഫങ്ഷണലിസത്തിന്റെ പ്രധാന വക്താക്കൾ ആയിരുന്നു അലക്സാണ്ടർ പോൾ കൊളോമിയും ആയിരുന്നു എന്നാണ് പറയുന്നത്. ഫങ്ഷണലിസത്തിന്റെ ഭൗതിക വ്യാപ്തിയെ അതിന്റെ സൈദ്ധാന്തിക വ്യാപ്തി, അതിന്റെ സൈദ്ധാന്തിക ക്യാമ്പ് നിലനിർത്തിക്കൊണ്ട് വിശാലമാക്കാൻ ശ്രമിക്കുന്നു. ഫങ്ഷണൽ സിദ്ധാന്തത്തിന്റെ സ്വയം വിമർശനാത്മകമായ ഒരു ചരടാണ് നിയോ ഫങ്ഷണലിസം എന്ന വിഭാഗത്തിൽ പെടുന്നത് എന്ന് പറയുന്നു. എല്ലാ സമൂഹങ്ങൾക്കും എല്ലാ കാലഘട്ടങ്ങളിലും ബാധകമാണ് എന്ന് പറയുന്നു. നിയോ ഫങ്ഷണലിസം ഒരു പൊതുയുക്തിയെ ചുറ്റിപ്പറ്റി നിർമ്മിച്ച ഒരു അയഞ്ഞ രീതിയിൽ സംഘടിതമായ പാക്കേജാണെന്ന് പറയുന്നു. നിരവധി സ്വയം ഭരണ വ്യതിയാനങ്ങളും വ്യത്യസ്ത അനുഭവ സന്ദർഭങ്ങളിലും പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നിയോ ഫങ്ഷണലിസ്റ്റുകളുടെ ലക്ഷ്യം കൂടുതലായും സിന്തറ്റിക് സിദ്ധാന്തം രൂപപ്പെടുത്തിയെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇനി പറയുന്നത് നിയോ ഫങ്ഷണലിസം പ്രോബ്ലം ദാറ്റ് നീഡ് ടു ബി സുർമോട്ടഡിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പരിശോധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യാത്ത സാമൂഹ്യ ശക്തികളുടെ ഒരു ഉൽപ്പന്നമാണെന്ന് പറയുന്നു. മാറ്റത്തേക്കാൾ സാമൂഹിക ക്രമത്തിന്റെ ഒരു സിദ്ധാന്തമാണ്. യാഥാസ്ഥിതിക ഘടനാപരമായ പ്രവർത്തനവും വ്യവസ്ഥയെയും അതിൻ്റെ രീതികളെയും ന്യായീകരിക്കുന്നതിനായി പ്രവർത്തിക്കുന്നു. ആദർശവാദം ഘടനാപരമായ പ്രവർത്തനവാദം എല്ലാ ക്രമത്തിലും സ്ഥിരതയും ഉള്ള ഒരു ആദർശ സമൂഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്കരിക്കുന്നത് എന്ന് പറയുന്നു. അനുഭവ വിരുദ്ധ പക്ഷപാതം ഘടനാപരമായ പ്രവർത്തനവാദം യഥാർത്ഥ സമൂഹങ്ങൾക്ക് പകരം അമൂർത്ത സാമൂഹിക സംവിധാനങ്ങളെ കുറിച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നും പറയുന്നു. ഈ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ പ്രവണതയായി നിയോ ഫങ്ഷണലിസത്തെ കാണാൻ കഴിയുമെന്നും പറയപ്പെടുന്നു. നിയോ ഫങ്ഷണലിസം പ്രവർത്തനത്തിനും ക്രമത്തിനും തുല്യ ശ്രദ്ധ നൽകിയിരുന്നു. സംസ്കാരത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളിലോ ആളുകളിലോ സ്വയം പ്രകടിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്തു. നിയോ ഫങ്ഷണലിസം സംയോജനത്തിൽ താൽപര്യം നിലനിർത്തുകയും ചെയ്തിരുന്നു. സമൂഹത്തിലെ ക്രമത്തിന്റെയും പ്രവർത്തനത്തിന്റെയും പ്രക്രിയകളെ കുറിച്ചുള്ള പഠനം വിലയിരുത്തുന്നത് സാമൂഹ്യ ശാസ്ത്രത്തിലെയും മറ്റ് സാമൂഹ്യ ശാസ്ത്രങ്ങളിലെയും മറ്റ് സിദ്ധാന്തങ്ങളിൽ നിന്നും വീക്ഷണങ്ങളിൽ നിന്നും കടമെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണമെന്ന് നിയോ ഫങ്ഷണലിസത്തെ പറയപ്പെടുന്നു. പാഴ്സന്റെ സിദ്ധാന്തത്തിന്റെ പ്രാധാന്യത്തെ കാണിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായി പറയുന്നത്. മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് നിയോ ഫങ്ഷണലിസം, അതിനെക്കുറിച്ചൊരു രത്ന ചുരുക്കം നമുക്ക്
അതിനെ ഒന്ന് ചുരുക്കി നമുക്ക് പറയാം. നിയോ ഫങ്ഷണലിസം എന്ന പദത്തിൻ്റെ ഒരു പരിമിതമായ ഉപയോഗം പാരിസ്ഥിതിക പഠനങ്ങളിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നു. നിയോ ഫങ്ഷണലിസം എന്ന പദത്തിൻ്റെ ഉപയോഗത്തിൽ അലക്സാണ്ടർ യോജിക്കുന്നില്ല എന്ന് പറയുന്നു. പാഴ്സണിൻ്റെയും സാമൂഹ്യശാസ്ത്രത്തിൽ ഫങ്ഷണലിസം എന്ന പദം ഭാവിയിൽ ഈ പേരിൽ അറിയപ്പെട്ട് തുടങ്ങും. ഇതിനെക്കുറിച്ചുള്ള ചില സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സമൂഹത്തിൽ മൊത്തത്തിൽ തുറന്നതും ബഹുസ്വരവുമായ വിവരണം നൽകപ്പെടുന്നു. പ്രവർത്തനം അതിൻ്റെ ഘടന എന്നതിൻ്റെ കാര്യത്തിൽ തുല്യ വിഭജനമാണ്. സംയോജനം ഒരു സാധ്യതയായി കാണുന്നു. വ്യതിയാനം സാമൂഹ്യ നിയന്ത്രണവും യാഥാർത്ഥ്യങ്ങളിൽ കണക്കാക്കപ്പെടുന്നുവെന്നും പറയുന്നു. വ്യക്തിത്വം, സംസ്കാരം, സമൂഹം എന്നീ തമ്മിലുള്ള വിവേചനം ഉണ്ടായിരിക്കുന്നു. സാമൂഹ്യ മാറ്റം സൃഷ്ടിക്കുന്ന കേന്ദ്ര പ്രേരക ശക്തിയായി വ്യത്യസ്തത്തെ കണക്കാക്കുന്നു. ആശയങ്ങളുടെയും സിദ്ധാന്തത്തിൻ്റെയും വികസനം സാമൂഹ്യശാസ്ത്ര വിശകലനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ തലങ്ങളിൽ നിന്നും സ്വതന്ത്രമായി കണക്കാക്കപ്പെട്ടു എന്ന് പറയുന്നു. സമൂഹങ്ങളെ വസ്തുനിഷ്ഠമായി പഠിക്കാൻ കഴിയുമെന്ന വീക്ഷണം ഇപ്പോഴും പ്രബലമായി തുടരുന്നു. വ്യക്തികളെ ഇപ്പോഴും ചലനാത്മകവും സൃഷ്ടിപരവുമായ അഭിനേതാക്കൾ എന്നതിലുപരി വ്യവസ്ഥയുടെ റിയാക്ടറായി കണക്കാക്കുന്നു. സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തത്തിന് അനുഭവപരമായ നിരീക്ഷണങ്ങൾ വിശദീകരിക്കാനുള്ള കഴിവും ശേഷിയും പരിഗണിക്കാതെ തന്നെ ശാസ്ത്രീയമായി പ്രാധാന്യം ഉള്ളതാണെന്നാണ് പറയുന്നത്.